10 വർഷം പ്രതിപക്ഷത്തിരുന്ന പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു. 5 വർഷം ഭരിച്ചിട്ട് വീണ്ടും പ്രതിപക്ഷത്തിരിക്കാനാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? 5 വർഷം തികയ്ക്കാതെ പാർട്ടിക്ക് അകത്ത് തന്നെ തമ്മിത്തല്ലും പ്രശ്നങ്ങളും ഉണ്ടാകുമോ എന്നുള്ളത് മറുവശത്ത്. UDF-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നങ്ങളും പടലപ്പിണക്കങ്ങളും ഇതാദ്യമല്ല. എല്ലാ കാലത്തും സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പടലപ്പിണക്കങ്ങൾ സജീവമാണ്. പാർട്ടിക്ക് അകത്തുള്ള കുത്തലും അല്ലെങ്കിൽ പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങളുള്ള ജനാധിപത്യ പാർട്ടിയാണെന്നാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ പറ്റി KC വേണുഗോപാൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, 25 വർഷം ഏറ്റവും നന്നായി കോൺഗ്രസ് ഭരിക്കുകയോ അല്ലെങ്കിൽ UDF ഭരിച്ച് 25 വർഷം കേരളത്തിൽ 25 വർഷം എന്ന് പറയുമ്പോൾ 5 ടേം UDF തന്നെ കേരളത്തെ ഭരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് രാഷ്ട്രീയ വശമാണ്. 25 വർഷം അല്ലെങ്കിൽ 5 ടൈം ഭരിക്കാൻ കോൺഗ്രസിന് കഴിയുമോ UDF-ന് കഴിയുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 5 ടൈമിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? VD സതീശൻ തന്നെയായിരിക്കും 5 ടൈം മുഖ്യമന്ത്രി? അതോ അടുത്ത ടൈമിൽ KC, അടുത്ത ടൈം എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് 5 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അടുത്ത ടൈം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകാനുള്ള കാര്യങ്ങളാണോ പറയുന്നതെന്ന് ഉള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ അദ്ദേഹം പ്രധാനമായി പറഞ്ഞൊരു കാര്യമുണ്ട്, CPM-ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് എന്ന്. അത് സത്യമാണ്. അത് KC വേണുഗോപാൽ ഒരിക്കലും നല്ല ബുദ്ധിവശത്തോടു കൂടി ആയിരിക്കില്ല പറഞ്ഞത്. പക്ഷെ അത് നിലവിലെ സാഹചര്യത്തിൽ CPM മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ലേ? ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 വർഷം UDF-ന് ഭരിക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ വീണ്ടും ഭരിക്കാൻ, അതായത് ഭരണ തുടർച്ച ഇനി ഉണ്ടാകുമോ എന്നുള്ളത് ഒരു സംശയമാണ്. അത് നമ്മൾ ഈ UDF ഭരണം അധികാരത്തിൽ കയറി VD സതീശന്റെ ഭരണം ഈ 3 മാസം നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോൾ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഈ ഭരണം അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി എത്ര കാലത്തോളം പോകും, എത്ര കാലത്തേക്ക് നീളും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് അതിനിടയ്ക്ക് മുഖ്യമന്ത്രി മാറുമോ? കാരണം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു UDF-ൽ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കൂടി അവസാനം VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. ഇതിനെ ആഗ്രഹിച്ചിരുന്ന 1-2 പേരാണ്. ഒന്ന് KC വേണുഗോപാലും പിന്നെ രമേശ് ചെന്നിത്തലയും. ഇതിലിപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ KC വേണുഗോപാൽ ഇപ്പോഴും ഡൽഹിയും AICC-യും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് MP ആണ്. ഓക്കെ, അതുകൂടാതെ പക്ഷെ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള KC വേണുഗോപാലിന്റെ കാര്യം ഇതുവരെ നടന്നിട്ടില്ല, ആഗ്രഹം ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 25 വർഷം UDF ഭരണത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ആദ്യം ചിന്ത വരിക അടുത്ത 5 വർഷത്തേക്ക് മുഖ്യമന്ത്രിയാവാൻ ഞാൻ വരും എന്നുള്ളൊരു സൂചന മുൻകൂട്ടി നൽകിയതാണോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KC വേണുഗോപാലിന് ഈ 3 മാസം മുമ്പ് എന്തായിരുന്നോ ജനങ്ങളുടെ സപ്പോർട്ട്, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. KC വേണുഗോപാലിന് ജനപിന്തുണ കൂടിയിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും KC വേണുഗോപാൽ വരുന്നതിനോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുമാത്രമല്ല VD സതീശൻ തന്നെ 3 തവണയും കൂടി വരണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നത്. അതായത് 3 ടേം ഭരണം UDF-ന് കിട്ടുകയാണെങ്കിൽ ആ 3 ടേമിലും VD സതീശൻ തന്നെ അധികാരത്തിൽ വരണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും വരാൻ സാധ്യത വളരെ വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ വശമുണ്ടല്ലോ. കേരളത്തിൽ കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ നമുക്കറിയാം ഒരു രീതി എന്ന് പറയുന്നത് ഇത്തവണ UDF ജയിച്ചാൽ അടുത്ത വർഷം LDF ജയിക്കും. അങ്ങനെയാണ്. ഒരിക്കലും ഒരു തുടർ ഭരണം അങ്ങനെ കിട്ടാറില്ല. കഴിഞ്ഞ വർഷമാണ് ഉണ്ടായത്. അപ്പൊ അതിലാണ് ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ UDF-ന് വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഇത് പിണറായി വിജയന് കിട്ടിയ ഭരണ തുടർച്ച കണ്ടിട്ട് തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കൾ ഇത് പറയുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് എടുത്തു നോക്കിയാലും ഇത്രയും വർഷം ഇപ്പൊ പറഞ്ഞ 5 ടേമാണ് പറഞ്ഞിരിക്കുന്നത്. 5 ടേമൊക്കെ ഭരിച്ച പിന്നെ സംസ്ഥാനത്ത് ഒരേ ആൾക്കാർ തന്നെ ഒരു പാർട്ടി തന്നെ ഭരിച്ച സംസ്ഥാനത്ത് ഇന്ന് ആ പാർട്ടി പോലും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. പിന്നെ ഗുജറാത്തിൽ മാത്രം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വേറൊരു ഇപ്പം കേന്ദ്രത്തിലും മോദി തന്നെ ഉള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഗുജറാത്ത് വേറൊരു രാഷ്ട്രീയത്തിന്റെ വശമാണ്. അതിൽ വേറൊരു ഒന്നും കടന്നു ചെല്ലാൻ ഇതുവരെ സാധിക്കാത്തൊരു അവസ്ഥയാണുള്ളത്. പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളും, ഏത് സംസ്ഥാനം നോക്കിയാലും തുടർച്ചയായിട്ട് ഭരിച്ച ബംഗാൾ തന്നെ എടുത്താൽ അതെ, ഒരു ഭരണം ഭരിച്ച സ്ഥലത്തൊക്കെ വൻ പരാജയമാണ്. പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത. ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. CPM ഇത്രയും വലിയ അധപ്പതനത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? CPM-ന് തുടർഭരണം അല്ലെങ്കിൽ LDF-ന് തുടർഭരണം കിട്ടിയതുകൊണ്ട് തന്നെയാണ്. ഇവിടെ 2 ടേം ഭരിക്കുമ്പോഴേക്കും തന്നെ CPM-ന് ഈ അവസ്ഥയായി. ബംഗാളിൽ 4-5 വർഷമൊക്കെ 4 ടേമിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആയത്. പക്ഷെ
ഇവിടെ രണ്ടാമത്തെ ടേമിൽ തന്നെ ഈ ഇത്രയും താഴ്ന്നു പോവുകയും ഇത്രയും വളരെ വൻ പരാജയത്തെ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്ത നമ്മൾക്ക് കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അതുകൂടി കമ്പയർ ചെയ്ത് നോക്കണം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കെ സി വേണുഗോപാൽ പറയുന്നത് 5 ടേം യു ഡി എഫ് തന്നെ അല്ല, അത്രയും നന്നായി പെർഫോം ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വി ഡി സതീശന് നേരെ വരുന്ന ഓരോ ആക്രമണവും അല്ലെങ്കിൽ ഓരോ ആരോപണങ്ങളും നമുക്ക് കാണുന്നതാണ്. ഇതിൽ തന്നെ ഈ വന്ന ആദ്യ ആരോപണങ്ങളിൽ തന്നെ ഫസ്റ്റിൽ മുന്നിൽ ഇറങ്ങി വി ഡിക്കെതിരെ സംസാരിച്ച ആളാണ് ആര്, കെ സി വേണുഗോപാൽ. ഇപ്പൊ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അത് കാരണം ആദ്യം 1-2 സംഭവങ്ങളിലൊക്കെ വിവാദങ്ങളൊക്കെ കെ സി വേണുഗോപാൽ മുന്നിട്ടിറങ്ങി ആദ്യം തന്നെ ഇപ്പൊ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വി ഡി ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് അത് മാത്രമല്ല, അന്ന് മുഖ്യമന്ത്രി ആവാനാവാത്തതിൽ ഒരു നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല ചോദ്യങ്ങൾക്കും കേസ്. ഇനിയിപ്പോ ഞാൻ അതും കൂടി കൊടുക്കണമെന്നുള്ള, അതായത് ഡൽഹിയിലെ സ്ഥാനം കൂടി കൊടുക്കണോ എങ്കിൽ പിന്നെ അതും കൂടി എടുത്തോട്ടെ എന്നുള്ള ഒരു പക്ഷെ മാറി അധികാരത്തിലേക്ക് വന്ന് UDF അധികാരത്തിലേക്ക് വന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോൾ എടുക്കുന്ന പല നിലപാടുകളിലും ആദ്യം തുറന്നടിച്ച് പ്രതികരണം നടത്തിയ ആളെന്ന് പറയുന്നത് കെ സി വേണുഗോപാലാണ്. അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് വി ഡിക്കെതിരെ സംസാരിക്കുന്നതെന്ന് പാർട്ടിക്ക് അകത്തു നിന്ന് പോലും ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ കണ്ടത് മറ്റൊരു കെ സി വേണുഗോപാലിനെയാണ്. സർക്കാരിനെതിരെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാതെ സർക്കാരിനെ പല വിഷയങ്ങളിലും പിന്തുണയ്ക്കുന്നു. പല വിഷയങ്ങളിലും ഞാൻ ഇതിൽ മറുപടി പറയുന്നില്ല, ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറല്ല എന്ന ഒരു നിലപാടെടുക്കുന്നു. ഭരിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അതിന് മുന്നേ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇത് കെ സി വേണുഗോപാൽ എല്ലാത്തിൽ നിന്നും പിന്മാറി പോകുന്നതല്ല, ഇത് രാഷ്ട്രീയമായിട്ടുള്ള നീക്കമാണ്, രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധി തന്നെയാണ്. കാര്യം MP ആയിരിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ എന്തായാലും മുഖ്യമന്ത്രി ആകാൻ കഴിയില്ല. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നേ പറ്റൂ. ആ കാത്തിരിക്കുന്ന സമയം അല്ലെങ്കിൽ ആ ഒരു സമയം എങ്ങനെയും തിരിച്ചു വരാനുള്ള, അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലും ഒരു ഇടം പിടിക്കാനാണ് കെ സി വേണുഗോപാൽ നോക്കുന്നത്. അതിനിപ്പോ 5 വർഷം 25 വർഷത്തെ കണക്കിലേക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോ കേരളത്തിന്റെ മനസ്സിൽ, അതായത് ജനങ്ങളുടെ മനസ്സിൽ വി ഡി സതീശന് ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിന്റെ മുകളിൽ എത്തിയാലാണ് വി ഡി സതീശൻ അപ്പുറത്തേക്ക്. ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ട്. കെ സി വേണുഗോപാൽ 5 വർഷം എന്ന് പറഞ്ഞു. 5 വർഷം വിട്, ഈ ആദ്യത്തെ ഒരു ടൈം നന്നായി ഭരിച്ചാൽ തുടർഭരണം ഉണ്ടാകുക, ഇത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിയുമ്പോൾ എനിക്ക് മുഖ്യമന്ത്രി ആകാം എന്നുള്ള കാര്യമായിരിക്കണം കെ സി വേണുഗോപാൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അപ്പൊ 5 വർഷമൊക്കെ 5 ടേം ഭരിക്കുകയാണെങ്കിൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? 2 ടേം ആകുമ്പോൾ ഈ 5 വർഷം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഏത് ഗതിയിലേക്ക് പോകും. എന്നാൽ ഇതിന് മറുവശത്ത് രാഷ്ട്രീയമായി നോക്കുമ്പോൾ CPM-ഉം CPI-യും അല്ലെങ്കിൽ LDF ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത 5 ടൈം ഒന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിലാണ് CPM-ഉം LDF-ഉം പോകുന്നതെങ്കിൽ, കാര്യം മറുവശത്ത് ഒരു ഐക്യമില്ല, പാർട്ടിക്ക് അകത്ത് തന്നെ മുഴുവൻ പ്രശ്നങ്ങളാണ്. പിണറായി വിജയനും MP ഗോവിന്ദനും തീരുമാനിക്കുന്ന ആളുകൾ മാത്രമേ സ്ഥാനാർത്ഥിയാകൂ. പിണറായി വിജയനും MP ഗോവിന്ദനും തീരുമാനിക്കുന്ന ആളുകളോട് ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. CPM-ന്റെ അകത്തും CPI-ക്ക് അകത്തും പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുകയാണ് എങ്കിൽ, ഇത് 5 വർഷവും ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് UDF-നും മറുവശത്ത് BJP-ക്കും അനുകൂലമാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ തന്നെ ഉണ്ടായ ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിലുണ്ടായ അടിപിടി, അത് ഇനി അടുത്ത പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോഴേക്കും എന്തായാലും വരും. ഉറപ്പായിട്ടും വരും. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ഇനി അധികാരത്തിൽ വരുവാണെങ്കിൽ വി ഡിക്ക് പകരം കെ സി വരണമെന്നോ അല്ലെങ്കിൽ കെ സിക്ക് പകരം RC വരണമെന്നോ 3 പേർക്ക് എന്തായാലും വീണ്ടും ചിന്തയുണ്ടാവും. ഇനി അതിന് അല്ലാതെ വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ അവരും ഉണ്ടാവും. കാരണം CPM-ൽ പോലെയല്ല, CPM-ൽ 1-2 ആയിരിക്കും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ ഉയർത്തി കാട്ടുക. അത് തന്നെ പിണറായി ഉണ്ടെങ്കിൽ പിണറായി തന്നെയായിരിക്കും ചിലപ്പോൾ വീണ്ടും. പക്ഷെ അതുപോലെയല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ വരാൻ പോണത് വി ഡി സതീശന് ഇനി എന്തായാലും ഒരു ഭരണത്തിലേക്ക്, അതായത് മുഖ്യമന്ത്രി ആവാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ ഭരണത്തിന്റെ അവസാനത്തോടു കൂടി ചിലപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ തന്നെ ഭരണം തുടങ്ങിയതിന്റെ ഇടയ്ക്ക് തന്നെ പല സമയത്തും വി ഡി സതീശനെതിരായ ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയകളിൽ വി ഡി സതീശനെ എതിരായിട്ട് പോസ്റ്റ് ഇടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് പിന്നിൽ കെ സി ആണോ എന്നുള്ള ചോദ്യം വരെ ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കെ സി വേണുഗോപാൽ തന്റെ നയം മാറ്റിയത്. പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ 5 വർഷം കഴിയുമ്പോൾ വി ഡി സതീശനെ വെട്ടിക്കൊണ്ട് ഒരാൾക്ക് മുഖ്യമന്ത്രിയായി വരാൻ കഴിയുമോ എന്ന് ഉള്ള ചോദ്യമുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള നീക്കമാണ് കെ സി വേണുഗോപാൽ നടത്തുന്നത്. തള്ളിപ്പറയാതെ, സർക്കാരിനെ തള്ളിപ്പറയാതെ, പാർട്ടിയിൽ ഒരു അതൃപ്തിയും ഉണ്ടാകാതെ അല്ലെങ്കിൽ അതൃപ്തിക്കിടെ ഉണ്ടാകാതെ ഏറ്റവും നന്നായ രീതിയിൽ തന്റെ രാഷ്ട്രീയവും തന്റെ ഉദ്ദേശങ്ങളും നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ ചെയ്യുന്നത്. എന്നാൽ അവിടെ ഞാൻ പറയുന്നു, അങ്ങനെ ഒരു
കാര്യങ്ങളിലേക്ക് നിലവിലെ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്. നിലവിൽ 3 മാസമായിട്ടേ ഉള്ളൂ. സർക്കാരിനെ വിലയിരുത്താനൊന്നും ഒരു തരത്തിലും ആയിട്ടില്ല. ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ഇതിന് മുൻപത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനെ എടുത്താൽ ഏറ്റവും നല്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ജനഹിതം അനുസരിച്ച് മുന്നോട്ട് പോയ സർക്കാരാണ്. ആ സർക്കാർ പോലും പരാജയപ്പെട്ടു. അല്ലെങ്കിൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ സാധാരണക്കാരായ പല ജനങ്ങളും വിചാരിച്ചിരുന്നത് വീണ്ടും ഒരു തുടർ ഭരണം ഉണ്ടാകും. അത്രയും നല്ല ഭരണമാണ് കാഴ്ചവെച്ചത്. ആ സോളാർ വിവാദം, അവസാനമുണ്ടായ സോളാർ വിവാദത്തിൽ എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു. അതുപോലെ എല്ലാ കാര്യങ്ങളും 5 വർഷത്തിനകം മാറി മറിയാം. എന്നാൽ ഇതൊന്നും മാറി മറിയുന്നില്ല. 3 മാസമായ സർക്കാർ ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നിരിക്കട്ടെ. CPM-ന്റെ അവസ്ഥ അല്ലെങ്കിൽ LDF-ന്റെ അവസ്ഥ അതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു ചർച്ച വരുമ്പോൾ KC വേണുഗോപാൽ ഒരു പക്ഷേ പരിഗണിക്കപ്പെട്ടില്ലെങ്കിലും രമേശ് ചെന്നിത്തല എന്ന വ്യക്തി പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാര്യം ഞാൻ മനസ്സിലാക്കി വെച്ച് ഇപ്പോൾ ഏറ്റവും നന്നായി രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്ന ആളെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹമാണ് ഗ്രാഫ് ഉയർത്തിയതും മൈലേജ് ഉയർത്തിയതും ഒക്കെ രമേശ് ചെന്നിത്തല. VD സതീശനെതിരെ ആരോപണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. VD സതീശനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു, കാര്യങ്ങൾ വരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വലിയ നെഗറ്റീവുകളില്ല. അദ്ദേഹം വളരെ പോസിറ്റീവായി തൂഫാനുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാ കാര്യത്തിലും പോസിറ്റീവായി കൊണ്ടുപോകുന്നു. ഇവരിപ്പോ 3 പേരും അവരുടെ 3 പേരുടെയും രാഷ്ട്രീയമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ഇതേ അവസ്ഥ തുറന്നു പോകുന്നു. അപ്പം 3 പേരും ഇതേ ലെവലിൽ പോകുന്നു. ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പുണ്ടായ അതേ സംഭവം ഇനി അടുത്ത ഇലക്ഷനും UDF-ന് ഭൂരിപക്ഷം കിട്ടിയെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 3 പേരും ഇപ്പോഴേ അന്ന് ഇവരുടെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാഫ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. ഇലക്ഷൻ വരുന്നു, റിസൾട്ട് വന്നു, UDF-ന് ഭൂരിപക്ഷം കിട്ടുന്നു. ഈ 3 പേരും ഇതേ ഇതിലാണെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല VD സതീശന് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമെന്ന് AICC തീരുമാനിക്കുന്നത്. കാരണം അന്നത്തെ ഒരു സാഹചര്യം മാറി. 5 കൊല്ലം ഭരിച്ചു, ഇനി അടുത്ത ആൾ വരട്ടെ എന്നുള്ളൊരു സാധ്യത ഉണ്ടാവാനും കഴിയും. പക്ഷെ അന്നും ജനവികാരം എന്തായിരിക്കും എന്നുള്ളത് നോക്കണം. അന്ന് ഈ ജനവികാരം മുഖ്യമന്ത്രിക്ക് അനുകൂല, അതായത് VD സതീശന് അനുകൂലമാക്കി ഈ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് എപ്പോഴും അതേ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ പിന്നീട് രണ്ടാമതൊരു ചിന്തയില്ല, മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണെന്ന് വരും. പക്ഷെ അത് മാറാനുള്ള സാധ്യതയുണ്ട്. കാര്യം സർക്കാരാണ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് മാറ്റം വന്നാൽ ഞാൻ പറയുന്നു KC വേണുഗോപാലിന്റെ പേര് പരിഗണിക്കുന്നതിനപ്പുറത്തേക്ക് ഇതേ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പേര് പരിഗണിക്കും. കാര്യം അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ആദ്യം എല്ലാവരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ചർച്ച നടക്കുന്ന സമയത്ത് 3 പേർ മുഖ്യമന്ത്രിയാകുന്ന ചർച്ച നടക്കുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൊണ്ട് നടക്കില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്കില്ല എന്ന്. പക്ഷേ ഓപ്പറേഷൻ തൂഫാൻ കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞ ആളുകൾ പോലും മാറ്റി പറഞ്ഞു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആക്കിയിരുന്നില്ലെങ്കിൽ കേരളത്തിൽ ഒരു നഷ്ടവും വരില്ലായിരുന്നു. രമേശ് ചെന്നിത്തലയാണ് ഇപ്പോഴും പല വിഷയങ്ങളിലും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരന്തരമായി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ മറുവശത്ത് രമേശ് ചെന്നിത്തല ഇപ്പോഴും സേഫ് സോണിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോണിലൂടെ പോകുന്നത് മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കുന്നു. അതായത് പോലീസ് സംവിധാനവും എന്ത് തന്നെയാണെങ്കിലും വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെ അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ സംഭവം. അത് ഇതുവരെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഇനിയും അങ്ങോട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പദ്ധതികൾ രമേശ് ചെന്നിത്തലയുടെ മുന്നിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇനിയും കുറെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോ എന്തായാലും UDF വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നെ 5 വർഷമായിട്ട് അടി ഉറപ്പാണ്. ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഭരണത്തിന് 3 മാസമായിട്ടേ ഉള്ളൂ. ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലത്. 5 ടേം ഭരിക്കണോ, 5 വർഷം പൂർത്തിയാക്കി ഇറങ്ങി പോകണോ എന്നുള്ളതൊക്കെ കാര്യം ജനങ്ങൾ വിലയിരുത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു സ്വപ്നം കൊടുത്തതായിരിക്കും. കൊടുത്തിട്ട് 5 വർഷം വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ, ഇപ്പോഴേ പ്രവർത്തിച്ചോ എന്നുള്ളതായിരിക്കും. അല്ല, നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ തുടർഭരണം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ വേറൊരു സാഹചര്യം അവർ തുടർഭരണത്തിലേക്ക് UDF എത്തുമോ ഇല്ലെന്ന് അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഗുണമാണ്. അത്രേ ഉള്ളൂ. വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ KC വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇതേപോലെ നടക്കാനും സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിൽ പറയൂ, അപ്പുറത്തെ ഭാഗത്ത് പിണറായി വിജയനും MP ഗോവിന്ദനും മാറുന്നില്ല എങ്കിൽ, LDF-ലോ CPF-ലോ മാറ്റം ഉണ്ടായില്ല എങ്കിൽ സ്വാഭാവികമാണത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ BJP 2ാം സ്ഥാനത്ത് വരും, LDF 3ാം സ്ഥാനത്ത് പോകും. അതോടുകൂടി LDF തീരും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അവിടെ ഒരു ഞാൻ ആദ്യം പറഞ്ഞത് അതാണ്. അവിടെ ഒരു മാറ്റം ഉണ്ടായാൽ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് എന്താണെന്ന് പറയാനില്ല. പക്ഷെ അവിടെ ഒരു മാറ്റവും ഉണ്ടായില്ല എങ്കിൽ KC വേണുഗോപാൽ നിലപാട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ.